പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ മഹാസാന്നിധ്യമായ ഉറൂബിനെക്കുറിച്ചാണ് അന്വേഷണത്തിൻ്റെ ഈ അൽഗോരിതത്തിൽ നമ്മൾ സംക്ഷിപ്തമായി ആലോചിക്കുന്നത്. സംക്ഷിപ്തം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം വിശദമായി ഉറൂബിനെക്കുറിച്ച് ഒരു എപ്പിസോഡിൽ എന്നല്ല, നിരവധി എപ്പിസോഡുകളിൽ പോലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്ര വിപുലമാണ്, വൈവിധ്യപൂർണമാണ്, ആഴമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രചനാലോകം. കഴിഞ്ഞ ലക്കം അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഉറൂബിൻ്റെ പ്രശസ്തമായ ഉമ്മാച്ചു എന്ന നോവലിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ആ എപ്പിസോഡിലൂടെ കടന്നുപോയ കേൾവിക്കാർ ഓർക്കുന്നുണ്ടാവും. ഈ പ്രാവശ്യം അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഉറൂബിൻ്റെ വെളുത്ത കുട്ടി എന്ന മലയാളത്തിലെ ഏതർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു ഫാൻറ്റസി എന്ന് വിളിക്കാവുന്ന, എന്നാൽ എല്ലാ ഭ്രമാത്മകതകൾക്കും അപ്പുറം ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ പരിച്ഛേദമായി, ക്രോസ് സെക്ഷൻ, മുറിച്ചിട്ടാൽ തുള്ളുന്ന നടുക്കഷ്ണങ്ങളായി ഈ കഥ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഈ കഥയിൽ ഒരു കുട്ടി, വെറും കുട്ടി എന്ന് പറഞ്ഞുകൂടാ, നിസ്സഹായരിൽ നിസ്സഹായനായൊരു കുട്ടി, ജീവിതത്തിൻ്റെ ഒരുവിധ സൗകര്യങ്ങളും അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്തവൻ, തൻ്റെ അമ്മക്കൊപ്പം ഒരു പ്രമാണിയുടെ വീട്ടിൽ സകലവിധ ജോലികളും, സാധാരണ നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു പഴയ പ്രയോഗം കടമെടുത്താൽ ചൈൽഡ് വിത്തൗട്ട് ചൈൽഡ്ഹുഡ്, കുട്ടിത്തം നഷ്ടപ്പെട്ട കുട്ടികൾ, ആ വകുപ്പിൽപ്പെടുത്താവുന്ന, വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു കുട്ടിയാണ്. ചാൾസ് ഡിക്കൻസിൻ്റെയൊക്കെ ഒലിവർ ട്വിസ്റ്റിലൊക്കെ ഉള്ളതുപോലുള്ള എന്ന് പറഞ്ഞാൽ അത് വ്യാവസായിക യുഗത്തിൻ്റെ ഭീകരതകളുടെ ഒരു ആവിഷ്കാരമാണ്. പക്ഷേ ഇത് ഒരു നാടുവാഴുത്ത കാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ കഥ നടക്കുന്നത്. കഥയുടെ ആദ്യത്തെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടി വളരെ നിസ്സഹായനാണ്, ദരിദ്രനാണ്, കറുത്ത നിറവാണ്, യജമാനൻ്റെ വീട്ടിൽ ജോലിക്കായി നിൽക്കുകയാണ്. കുട്ടികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ കവിഭാവനയൊക്കെ വളരെ ഉദാത്തമാവും. പക്ഷെ ആ തരത്തിലുള്ള ഒന്നല്ല. ജീവിത ഉദ്യാനത്തിലെ വിടർന്നു നിൽക്കുന്ന പൂക്കളാണ് കുട്ടികൾ എന്നൊക്കെ പറയും. എന്നാൽ വെളുത്ത കുട്ടിയിലെ കുട്ടി ജീവിതമാകുന്ന ഉദ്യാനത്തിലെ വിടർന്നു നിൽക്കുന്ന പൂവല്ല, മറിച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ചീഞ്ഞു മണക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ളൊരു കുട്ടി സർവരെയും ഭയപ്പെടുത്തുന്ന, വരച്ച വരയിൽ നിർത്തുന്ന, യജമാനെയും മൃത്യനെയും സകലമാന മനുഷ്യരെയും തൻ്റെ ചവിട്ടടിയിൽ ഒതുക്കുന്ന ഏറ്റവും കരുത്തനായ ഒരു ചെകുത്താനെ ഒരു കൊച്ചുകുട്ടി തോൽപ്പിച്ച കഥയാണ് വെളുത്ത കുട്ടി. ഒറ്റ വാചകത്ത് പറഞ്ഞാൽ ആ കുട്ടി ചെകുത്താനോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഒന്ന് മനോഹരമായി ചിരിച്ചിട്ട്, ചെകുത്താനെ, നിനക്കിതുപോലെ ചിരിക്കാനാവുമോ? നമ്മൾ അമ്പരന്ന് പോവും. നമ്മൾ വിചാരിക്കും ഇതെന്ത് ചോദ്യമാണ്. പക്ഷേ ചെകുത്താൻ പരമാവധി ശ്രമിച്ചിട്ടും ചെകുത്താന് ചിരിക്കാൻ പറ്റിയില്ല. കാരണം തേറ്റകളും ദംഷ്ട്രകളുമുള്ള ചെകുത്താന് എത്ര ശ്രമിച്ചാലും ചിരിക്കാൻ പറ്റില്ല. ആധുനിക കാലത്തിൻ്റെ ഒരു മെറ്റഫറാണിത്. ഉള്ളറിഞ്ഞ് ചിരിക്കാൻ കഴിയാത്ത. അയ്യപ്പ പണിക്കർ തൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ വിനയം നയമാക്കിയവരെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ചിരി ഒരു നയമാക്കി നടക്കുന്നവരാണ്. വൈലോപ്പിള്ളിയുടെ
ഒരു കാവ്യപ്രയോഗം കടമെടുത്താൽ അദ്ദേഹം ചിരിയെക്കുറിച്ചല്ല, ചിരിയുടെയും ചിരി എന്ന് വിളിക്കാവുന്ന പുഞ്ചിരിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ച് കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും പറയുന്നത്, ഒരു നിസ്സഹായനായ കുഞ്ഞ് സർവം ശക്തനായ ഒരു ചെകുത്താനെ ഒരു ചിരി കൊണ്ട് കീഴ്പ്പെടുത്തിയ കഥയാണ് ഉറൂബിൻ്റെ വെളുത്ത കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ഒരു വായനയാണ് വളരെ സംക്ഷിപ്തമായിട്ട് നടത്തുന്നത്. ഉറൂബിനെ ഒന്ന് അനുസ്മരിക്കണം. നമുക്കറിയാം, ഉറൂബ് കുട്ടിക്കാലത്ത്, ഇതൊരു കുട്ടിക്കഥയായതുകൊണ്ട് പ്രത്യേകിച്ചും, അദ്ദേഹം ആഗ്രഹിച്ചത് ഡോക്ടറോ എൻജിനീയറോ ആവാനല്ല, ശാസ്ത്രജ്ഞനാവാനല്ല, മറിച്ച് 3 കാര്യങ്ങളാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1, എനിക്കൊരു വെളിച്ചപ്പാടാവണം. 2, ഒരു ആനക്കാരനാവണം. 3, ഒരു തപാൽക്കാരനാവണം, പോസ്റ്റ്മാൻ. സത്യത്തിൽ ഈ കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങളിൽ തന്നെ എഴുത്തിൻ്റെ ഒരു സമാന്തര ലോകത്തിലേക്കുള്ള വേറിട്ട വഴി വേണമെങ്കിൽ നമുക്ക് വിശകലനം ചെയ്ത് കണ്ടെത്താൻ പറ്റും. വെളിച്ചപ്പാടും ആനക്കാരനും തപാൽക്കാരനും 3 വ്യത്യസ്തതകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഉറൂബിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ഭാവനയുടെ ഒരു ഭാഗം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പരിചയമായ ഒരു പോർക്കിൽ, ഒരു പന്നിയിൽ പോലും സൗന്ദര്യം കാണാനുള്ള, എന്ത് വിരൂപതയെയും സൗന്ദര്യമാക്കി തിരുത്തി എഴുതാനുള്ള ഉറൂബിൻ്റെ അസാമാന്യമായ പാഠവും അത് വെളുത്ത കുഞ്ഞിലും കാണാം. കാരണം ഭീകരനാണ് ചെകുത്താൻ. ചെകുത്താനെ ഭീകരനാക്കുന്ന തേറ്റയും ദംഷ്ട്രങ്ങളുമെല്ലാം കൊഴിഞ്ഞ് ചെകുത്താൻ ഒരു കൊച്ചു കുഞ്ഞായി മാറുന്നത് ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് പ്രതീകാത്മകമാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയാണ്. അടിമുടി കളങ്കത്തിൻ്റെ കടലിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളതയെക്കുറിച്ചുള്ള സ്വപ്നസദൃശമായ സ്മരണ എത്ര സ്വാഗതാർഹമാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത് മുതിർന്ന മനുഷ്യർ ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങളായി മാറുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് എത്ര മുതിർന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന വസ്തുതയാണ് സൂചിപ്പിക്കുന്നത്. ഈ കഥയുടെ പശ്ചാത്തലം നേരത്തെ ഞാൻ ഒന്ന് സ്പർശിച്ചു. വളരെ ദരിദ്രമാണ്. ഈ കുഞ്ഞിൻ്റെ, കറുത്ത കുഞ്ഞിൻ്റെ, നിസ്സഹായനായ കുഞ്ഞിൻ്റെ അമ്മ ഒരു പണക്കാരൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്. അവർ നിന്ന് കിതയ്ക്കുന്നത്, അവർ കരയുന്നത് ഒക്കെ ഈ കുഞ്ഞുമോൻ കാണുന്നുണ്ട്. കൂട്ടത്തിലൊരു കാര്യം കൂടി ഓർക്കണം, ഈ കഥയിൽ ഒരൊറ്റ കഥാപാത്രത്തിനേ പേരുള്ളൂ. ബാക്കി ആർക്കും പേരില്ല. അമ്മക്ക് പേരില്ല, അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ യജമാനും യജമാനത്തിക്കും പേരില്ല, ചെകുത്താന് പേരില്ല. ഒരൊറ്റ കഥാപാത്രത്തിനേ പേരുള്ളൂ. അത് ഈ കറുത്ത കുഞ്ഞിനാണ്. അപ്പുകൂട്ടൻ എന്നാണ് അവൻ്റെ പേര്. ബാക്കി ആർക്കും പേരില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കഥയുടെ രൂപഘടനയിൽ തന്നെ അഴിച്ചെടുക്കേണ്ട നിരവധി പ്രത്യേകതകളുണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഈ അപ്പുകൂട്ടൻ എന്ന് പറയുന്ന ഈ കുഞ്ഞുമോൻ, അതാണ് അവൻ്റെ വിളിപ്പേര്. അമ്മയുടെ കണ്ണീര് കാണുന്നുണ്ട്, അമ്മയുടെ സങ്കടം കാണുന്നുണ്ട്. ഒരിക്കൽ അവൻ അമ്മയുടെ സങ്കടം കണ്ട് സഹിയാഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അവനും കരയുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലെ യജമാനത്തി വന്ന് പറയുന്നുണ്ട്, ആ വിധമുള്ള കളിയൊന്നും ഈ വീട്ടിൽ വേണ്ട, നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് കളിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് പണിയെടുപ്പിക്കുകയാണ്. പണിക്കുമേൽ പണി, വലിയ ക്രൂരത. ഒരുപക്ഷെ ഈ കഥ ഉന്നയിക്കുന്ന ചോദ്യം തന്നെ സൂക്ഷ്മതലത്തിൽ ചെകുത്താനാണോ ശരിക്കുള്ള ചെകുത്താൻ, അല്ലെങ്കിൽ മനുഷ്യരാണോ എന്നൊരു ചോദ്യമാണ്.
ഞാൻ ഓർക്കുന്നത് മൈക്കലാഞ്ചലോയുടെ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൈക്കലാഞ്ചലോയുടെ പേരിലും ലിയാണോ ഡാവിഞ്ചിയുടെ പേരിലും പറഞ്ഞു പോരുന്നൊരു കഥയാണ്. ഇത് വാസ്തവമാണോ എന്നറിയില്ല. വാസ്തവമായാലും അവാസ്തവമായാലും ഈ കഥ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരു കാഴ്ച നമുക്ക് നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ ഡാവിഞ്ചി അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ ആരുമാകട്ടെ, ആര് വരച്ചു എന്നോ ഈ കഥ സത്യമാണോ എന്നോ ഉള്ളതല്ല പ്രധാനം. പക്ഷേ ഈ കഥയിലൂടെ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടേണ്ട മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ളൊരു മഹാസത്യമാണ്. ചിത്രകാരന് വരയ്ക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ വരയ്ക്കാൻ വേണ്ടി അയാൾ വലിയൊരു യാത്ര നടത്തി. ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത ഉൾപ്പെടെ ഉള്ള യോഗ്യതയുള്ള ഒരു മാതൃക മോഡലിനെ കിട്ടാൻ ഒടുവിലൊരു മോഡലിനെ കിട്ടി. മോഡലിനെ തൻ്റെ മുമ്പിലിരുത്തി അയാൾ ക്രിസ്തുദേവനെ വരച്ചു. വളരെ മനോഹരമായിരുന്നു. ശരിക്കും ക്രിസ്തു തന്നെ. അയാൾക്ക് വലിയ ആഹ്ലാദം തോന്നി. കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ ചിത്രകാരന് ജൂഡാസിന് വരയ്ക്കാൻ മോഹം തോന്നി. ഒരു മോഡലിനെ തേടി അയാൾക്ക് അധികം നടക്കേണ്ടി വന്നില്ല. അയാൾ ആഗ്രഹിച്ചൊരു മോഡൽ, ചുവന്ന കണ്ണുകളും ക്രൂരത തോന്നിപ്പിക്കുന്ന ഭാവങ്ങളും എല്ലാമുള്ള ഒരു പരുക്കൻ മനുഷ്യനെ ജൂഡാസിൻ്റെ മോഡലായി അയാൾക്ക് കിട്ടി. അയാൾ ആ മോഡലിനെ മാതൃകയെ മുന്നിലെത്തി വരയ്ക്കാൻ ആരംഭിച്ചു. കുറച്ച് കഴിയുമ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അയാൾ കണ്ടു. ആ കാഴ്ച ഇതായിരുന്നു. ആ മനുഷ്യൻ, ജൂഡാസായി താൻ മോഡലാക്കിയിരുത്തിയ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു. ചിത്രകാരൻ അന്തം വിട്ടു. കാരണം പല മോഡലുകളെയും ഇരുത്തി അയാൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഒരു മോഡലും ഇതുവരെ ഈ വിധം പെരുമാറിയിട്ടില്ല. മാത്രമല്ല, അയാൾക്ക് ഈ മോഡലായിരിക്കുന്നതിന് വലിയൊരു പണം ചിത്രകാരൻ നൽകും. പിന്നെ എന്തിനാണ് അയാൾ കരഞ്ഞത്? ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം അയാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? അപ്പോൾ ആ മോഡൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദുര്യോഗമോർത്ത്, ദുരന്തമോർത്ത്, വിപര്യമോർത്ത് കരഞ്ഞു പോയതാണ്. എന്താണ് നിങ്ങളുടെ ദുര്യോഗം? മാസ്റ്റർ, നിങ്ങൾക്കെന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ചിത്രകാരൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അയാൾക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജൂഡാസിൻ്റെ മോഡലായിരുന്നു കൊടുത്ത ആ മനുഷ്യൻ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ മോഡലായി നിങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു തന്നത് ഞാനായിരുന്നു. അതേ ഞാൻ തന്നെയാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ജൂഡാസായിരിക്കേണ്ടി വരുന്നത്. അതോർത്ത് ഞാൻ കരഞ്ഞു പോയതാണ്. ഇത് കേട്ടപ്പോൾ ഒരുപക്ഷെ നമുക്കറിയില്ല, ഞാൻ കേട്ട കഥയിൽ ഇല്ലാത്തതാണ്. പക്ഷെ എനിക്ക് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു, ആ ചിത്രകാരനും കരഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെയും മനുഷ്യരാണല്ലോ. പറഞ്ഞു വരുന്നത്, ചെകുത്താനേക്കാൾ വലിയ ചെകുത്താൻ, ശരിക്കുള്ള ചെകുത്താനേക്കാൾ വലിയ ചെകുത്താൻ, മനുഷ്യരോട് ഒരു കാരുണ്യവും കാണിക്കാത്ത, ക്രൂരതയിൽ പെരുമാറുന്ന മനുഷ്യരാണ് എന്ന മഹാസന്ദേശമായിരിക്കുമോ? ഒരു ചെകുത്താന് മാറാൻ കഴിഞ്ഞാലും കുഞ്ഞുമോൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ യജമാനനും യജമാനത്തിയേക്കാളും യജമാനത്തിക്ക് മാറാൻ കഴിയില്ല എന്നായിരിക്കുമോ? സച്ചിദാനന്ദൻ്റെ ഒരു കവിതയിൽ ക എന്ന അക്ഷരത്തെ പരിചയപ്പെടുത്തുന്നത് കരുണയ്ക്ക്, കാലം ചെല്ലും തോറും കണ്ടെത്താൻ ആഴത്തിൽ കുഴിച്ചു ചെല്ലേണ്ടി വരുന്ന ആ അദൃശ്യ സരസ്വതിക്ക്, കാരുണ്യം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൻ്റെ ക്രൂരതയുടെ ആമുഖമായിരിക്കുമോ ഉറൂബിൻ്റെ കുന്നംകുളത്തെ പോർക്കുകളിൽ പോലും സൗന്ദര്യം കണ്ട മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരുമാണ്. മാക്സിം ഗോർക്കിയുടെ വാക്കുകൾ ആവർത്തിച്ചാൽ മനുഷ്യൻ എത്ര സുന്ദരമായ പദം. ഈ ഒരു സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമായി ഈ കഥ മാറുന്നു. ഞാൻ ഈ കഥയിലേക്ക് തിരിച്ചു വരാം. യജമാനൻ്റെ വീട്ടിൽ വലിയ പീഡനങ്ങളേറ്റ് അമ്മയുടെ സങ്കടം കണ്ട്
പ്രയാസപ്പെട്ടു നിൽക്കുന്ന കുട്ടി ആ കുട്ടിയെ നട്ടുച്ച നേരത്തെ വെയിലിൽ കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ യജമാനൻ ഓടിക്കുകയാണ്. കുറച്ചു നേരം അവൻ ഓടി, അവൻ തളർന്നു. അങ്ങനെ ഒരു ആലിഞ്ചുവട്ടിൽ അവൻ ഇരുന്ന് പതുക്കെ മയങ്ങിപ്പോയി. അങ്ങനെ മയങ്ങുന്ന സമയത്ത് അവൻ മനസ്സിലാക്കുന്നുണ്ട്, എന്തോ ഒരു പതുപതുത്ത ഒരു സാധനത്തിൻ്റെ മുകളിലാണല്ലോ താൻ ഇരിക്കുന്നത്. അവന് നല്ല സുഖം തോന്നി. പതുക്കെ പതുക്കെ ആ ചൂടിൽ അവൻ ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവുന്നത് താനിങ്ങനെ പൊങ്ങിപ്പോകുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വലിയ തേറ്റകളും ദംഷ്ടകളും ഒക്കെ ഉള്ള. നേരത്തെ തന്നെ ഈ വഴിയിലൂടെ ഉച്ച സമയത്ത് പോകുമ്പോൾ കരുതണം എന്ന മുന്നറിയിപ്പുകൾ മുമ്പേ തന്നെ ആ കുട്ടിക്ക് പല കഥകളിലൂടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെകുത്താനുള്ള സ്ഥലമാണ്. അപ്പോൾ ആ കുഞ്ഞിന് മനസ്സിലായി തന്നെ ചെകുത്താൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ കരഞ്ഞ് പറയുന്നുണ്ട്, ചെകുത്താനെ എന്നെ വിടണം, എൻ്റെ അമ്മ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ ചെകുത്താൻ അവനെ അനുനയിപ്പിക്കാൻ പലതരം പ്രലോഭനങ്ങൾ, നിനക്കെന്താ വേണ്ടത് വെച്ചാൽ ഞാൻ തരാം, നീ എൻ്റെ കൂടെ താമസിക്കുക. ചെകുത്താൻ്റെ ഒരു ക്രൂരതയും കാണിക്കുന്നില്ല, പകരം സ്നേഹമാണ്. ചെകുത്താൻ ഈ കുട്ടിയോട് ഒരു പ്രത്യേക വാത്സല്യം അനുഭവപ്പെട്ടു. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, എനിക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, എനിക്കെൻ്റെ വീട്ടിലെത്തണം, എൻ്റെ അമ്മ കാത്തിരിക്കും. അപ്പം ചെകുത്താൻ പറയും, നിനക്ക് അച്ഛനുണ്ടോ? അച്ഛനില്ല. അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ മരിച്ചുപോയി. അമ്മ അച്ഛനെ കാത്തു നിൽക്കുകയാണോ? അമ്മ ജീവിക്കല്ലേ? അപ്പം കുഞ്ഞുമോൻ പറയും, മരിച്ചുപോയ അച്ഛനെ അമ്മ എന്നിലാണ് കാണുന്നത്, അതൊക്കെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചെകുത്താൻ പറയും. ഒന്നും ഈ കുഞ്ഞുമോൻ സമ്മതിക്കില്ല. ഒടുവിൽ ചെകുത്താന് മനസ്സിലായി, കുഞ്ഞുമോന് തൻ്റെ വീടിനോടും അമ്മയോടുമുള്ള സ്നേഹം. ചെകുത്താനാണെങ്കിലും ആ ചെകുത്താൻ്റെ ഉള്ളിലും ഒരു മനസ്സുണ്ടല്ലോ, അതൊരു നിമിഷം വിതുമ്പിപ്പോയി. പക്ഷെ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ, അമ്മയെ തിരിച്ചേൽപ്പിക്കാൻ ചെകുത്താൻ സന്നദ്ധനായില്ല. ചെകുത്താൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം ഇതായിരുന്നു, ഞാൻ എൻ്റെ പകുതി ശക്തി നിനക്ക് തരാം, അപ്പോൾ നമ്മൾ തുല്യമാവും, എന്നിട്ട് നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടണം. ആ ഏറ്റുമുട്ടലിൽ നീ ജയിച്ചാൽ ഞാൻ നിൻ്റെ അടിമയാവും, ഞാൻ നിന്നോടൊപ്പം പോരും. മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നീ ഇവിടെ താമസിക്കണം. അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. ഓർക്കണം, നമ്മുടെ കാലത്ത് നിസ്സഹായരായ മനുഷ്യരെ പൗരത്വത്തിൻ്റെ പേരിലും മറ്റും പീഡിപ്പിക്കുന്ന ആധുനിക ഭരണാധികാരികളുടെ ചെയ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉറൂബിൻ്റെ ചെകുത്താൻ എത്ര ഉയരത്തിലാണ്. നിസ്സഹായനായ ഒരു മനുഷ്യനെയാണ് ആസാമിൽ മൊയ്നുദ്ദീൻ ഹക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വെടിവെച്ച് കൊന്നിട്ട് ആ മനുഷ്യൻ്റെ മൃതദേഹത്തിലാണ് വിജോയ് ശങ്കർ എന്നൊരു ഫോട്ടോഗ്രാഫർ നൃത്തം വെച്ച് വീഡിയോ നാടൊട്ടുക്കും പ്രചരിപ്പിച്ചത്. എന്നാൽ ഇവിടെ ചെകുത്താൻ ചെയ്യുന്നത്, ഈ കുഞ്ഞിന് തൻ്റെ പകുതി ശക്തി കൊടുത്ത് തൻ്റെയും കുഞ്ഞിൻ്റെയും ശക്തി തുല്യമാക്കി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവുകയാണ്. അവിടെ കൊലയില്ല. എങ്ങനെ ഏറ്റുമുട്ടിയിട്ടും ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല. കാരണം ആരും ജയിക്കുകയും ആരും തോൽക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ചെകുത്താനും കുഞ്ഞിനും തുല്യം ശക്തിയാണ്. അങ്ങനെ ഒരു ദിവസം കുഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഞാനിപ്പോൾ അമ്മയുടെ അടുത്തെത്താൻ എന്ത് ചെയ്യും? ചെകുത്താൻ ആലോചിക്കുകയാണ്, കുറേ ദിവസം ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് കുഞ്ഞ് ജീവിച്ചതുകൊണ്ട് അമ്മയെ മറന്നിട്ടുണ്ടാവും. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആണ് കുഞ്ഞിനൊരു മനോഹരമായ ആശയം. കുഞ്ഞ് പറഞ്ഞു, നമുക്കൊന്നുകൂടി ഏറ്റുമുട്ടാം. ചെകുത്താൻ ഉത്സാഹമായി. അങ്ങനെ കുഞ്ഞ് ഒന്ന് മനോഹരമായി പുഞ്ചിരി തൂകി. എന്നിട്ട് ചെകുത്താനോട് പറഞ്ഞു, ചെകുത്താനെ, നീ ഇതുപോലെ പുഞ്ചിരി തൂകി കാണിക്കി. പക്ഷെ ആ കുഞ്ഞ് ഒരു കാര്യം ചോദിച്ചു, നീ വാക്കുമാറുമോ? നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. ചെകുത്താൻ പറഞ്ഞു, ആ പതിവ് എനിക്കില്ല, വാക്കുമാറില്ല.
അങ്ങനെ കുഞ്ഞ് പുഞ്ചിരിച്ചതുപോലെ പുഞ്ചിരിക്കാൻ ചെകുത്താൻ പഠിച്ച പണി 19 പയറ്റി. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. കുഞ്ഞുമോൻ ചോദിച്ചു, നീ തോറ്റോ? ചെകുത്താൻ സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ തോറ്റു. തോറ്റാൽ തോറ്റു എന്ന് ഒരു ജാള്യതയുമില്ലാതെ പ്രകടിപ്പിക്കുന്ന ചെകുത്താനിൽ നിന്ന് മനുഷ്യർക്കേറെ പഠിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അടിമയായി. അങ്ങനെ ചെകുത്താനോട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറയുന്നു. വീട്ടിലെത്തുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ചെകുത്താനെ, നിന്നെ ഞാനോ അമ്മയോ അല്ലാതെ മൂന്നാമതൊരാൾ കാണാൻ പാടില്ല. നീ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ജോലിയും ചെയ്യണം. അങ്ങനെ ആ വീട്ടിലൊരു അംഗമായി ചെകുത്താൻ മാറി. എല്ലാ ജോലികളും ചെകുത്താൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അമ്മ ഇടയ്ക്ക് പറയും, കുഞ്ഞുമോനെ പാവല്ലേ, അതിനെ സ്വതന്ത്രമാക്കിക്കൂടെ? അപ്പം കുഞ്ഞുമോൻ പറയും, സ്വതന്ത്രമാക്കണമെങ്കിൽ അവൻ എന്നെ തോൽപ്പിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറ്റ് ചെകുത്താന്മാർ ഈ ചെകുത്താനെ കാണുകയും മനുഷ്യൻ്റെ നായയായി ജീവിക്കുന്നതിനേക്കാൾ നിനക്ക് ചത്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തു. അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൻ്റെ ഒരു മൂലയിലിരുന്ന് ആരുമില്ലെന്ന് ഉറപ്പാക്കിയപ്പോൾ ആ ചെകുത്താൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കുഞ്ഞുമോൻ്റെ അമ്മ കണ്ടു. അമ്മ ചോദിച്ചു, എന്തിനാ ചെകുത്താനെ നീ കരയുന്നത്? അപ്പം പറഞ്ഞു, എന്നെ മറ്റ് ചെകുത്താന്മാർ കളിയാക്കുകയാണ്. അപ്പം നിനക്കൊന്ന് ചിരിച്ചൂടെ, എന്നിട്ട് സ്വതന്ത്രനായിക്കൂടെ? അപ്പം ചെകുത്താൻ പറഞ്ഞു, അമ്മേ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. അമ്മ ചോദിച്ചു, എന്താണ് കാരണം? എനിക്ക് ദംഷ്ടകളും തേറ്റകളും ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, അതങ്ങ് പറിച്ചു കളഞ്ഞാൽ പോരെ. അത് പറിച്ചു കളഞ്ഞാൽ ഞാൻ ചത്തുപോകും, പിന്നെ ഞാനുണ്ടാവില്ല. അപ്പോൾ ആ അമ്മ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ചെകുത്താനെ, നിനക്കൊരു കുഞ്ഞാവാൻ പറ്റുമോ? ചെകുത്താൻ എന്തും കഴിയല്ലോ. ചെകുത്താൻ പറഞ്ഞു, പ്രയാസമില്ല. അങ്ങനെ ചെകുത്താൻ ഒരു വെളുത്ത കുഞ്ഞായി. അമ്മ ആ കുഞ്ഞിന് മുല കൊടുത്തു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ ആ തേറ്റകൾ കൊഴിഞ്ഞുപോയി. ആ കുഞ്ഞ് ചിരിക്കാൻ ആരംഭിച്ചു. അപ്പം കുഞ്ഞുമോൻ പറഞ്ഞു, അമ്മയും പറഞ്ഞു, നീ മനോഹരമായി ചിരിച്ചു, ഇനി നിനക്ക് സ്വതന്ത്രനാകാം. അപ്പോൾ ആ ചെകുത്താൻ പറഞ്ഞു, എനിക്ക് സ്വതന്ത്രനാവണ്ട. എനിക്ക് ഈ ഏട്ടൻ്റെ അനിയനായി, ഈ അമ്മയുടെ മകനായി ഇവിടെ കഴിഞ്ഞുകൂടിയാൽ മതി. വെളുത്ത കുഞ്ഞ് സത്യത്തിൽ ഒരു ഭ്രമാത്മക കഥയാണ്. പക്ഷേ ആ ഭ്രമാത്മക കഥയുടെ ഓരോ അടരിലും അധികാരത്തിൻ്റെ ക്രൂരതകളെ അട്ടിമറിക്കുന്ന മാനവികമായ കാഴ്ചപ്പാടിൻ്റെ കരുത്തും കാന്തിയുമുണ്ട്. മനുഷ്യസ്നേഹമാണ് ഒരു ചെകുത്താൻ പോലും. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ക്രിസ്തുവിൻ്റെ മുഖച്ഛായയുള്ളൊരു മാതൃക ജൂഡാസായി മാറിയതിനെ പറ്റി. തിരിച്ചും പറയാവുന്നതാണ്, ഒരു ജൂഡാസിന് ക്രിസ്തുവാകാനും കഴിയും. ആ അർത്ഥത്തിൽ മാറാനുള്ള മനുഷ്യൻ്റെ കഴിവ്, അതായത് ഉറൂബിൻ്റെ ഭാവനാലോകത്ത്, എഴുത്ത് ലോകത്ത് വൈരൂപ്യത്തെ സൗന്ദര്യമാക്കുന്ന, ക്രൂരതയെ കരുണയാക്കുന്ന ഒരു മാന്ത്രിക സ്പർശം ഉറൂബിൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരുമാണ് എന്ന ഉറൂബിൻ്റെ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഈ പറഞ്ഞ വെളുത്ത കുട്ടി എന്ന. സാധാരണഗതിയിൽ വെളുപ്പ് കറുപ്പ് എന്നുള്ളത് വിവേചനത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഈ കഥയിലെ കറുപ്പും വെളുപ്പും വിവേചനത്തെ സൂചിപ്പിക്കുന്നില്ല. കാരണം ആധിപത്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് കറുപ്പും വെളുപ്പും പരസ്പരം എതിരിടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിൽ കറുപ്പും വെളുപ്പും ചുവപ്പും പച്ചയുമെല്ലാം സകലമാന നൃത്തങ്ങൾക്കും സംഘനൃത്തം ചവിട്ടാനാവും വിധം അത് വിസ്തൃതമായൊരു ലോകമാകും. അതുകൊണ്ട് വെളുത്ത കുട്ടിയായിത്തീരുന്ന ചെകുത്താൻ അമ്മയുടെ കുഞ്ഞുമോൻ എന്ന കറുത്ത കുട്ടിയും
ആ അമ്മയും പങ്കുവെക്കുന്ന മാനവികതയുടെ ഒരു ലോകം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പാവങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം അവരോട് അതിക്രൂരമായി പെരുമാറുന്ന അമ്മ ജോലി ചെയ്യുന്ന യജമാനൻ്റെയും യജമാനത്തിയുടെയും ലോകം. പ്രത്യക്ഷത്തിൽ അവർക്ക് തേറ്റകളും ദംഷ്ടകളുമില്ല. പക്ഷേ തേറ്റകളും ദംഷ്ടകളുമില്ലെങ്കിലും അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം, അത് മാനവിക മൂല്യങ്ങൾക്ക് നിൽക്കുന്ന ഒന്നാണ്. അതേസമയം ചെകുത്താനായിട്ടും ആ ചെകുത്താന് മാറി വന്നൊരു പശ്ചാത്തലത്തിൽ, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തൻ്റെ തേറ്റകളും ദംഷ്ടകളും, അത്തരമൊരവസ്ഥയിലേക്ക് ചെകുത്താനെ നയിക്കുന്നതിൽ അപ്പുക്കുട്ടൻ എന്ന കുഞ്ഞുമോൻ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ വാക്യമാണ്. അതായത് നമ്മുടെ ജനജീവിതത്തിൽ ജനായത്ത മൂല്യങ്ങൾ വളർന്ന് വികസിക്കുമ്പോൾ, അത് മുന്നോട്ട് പോകുമ്പോൾ ഏത് ചെകുത്താൻ്റെയും തേറ്റയും ദംഷ്ടവും കൊഴിഞ്ഞു വീഴും. ചിലപ്പോൾ ഒരു ചിരി മതിയാകും ഒരു വലിയ ചെറുത്തുനിൽപ്പായി തീരാൻ. അഭിവാദ്യങ്ങൾ.